ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനമായിരിക്കും പാൻകേക്ക്സ്. അപ്പോൾ നമുക്കറിയാം പാൻകേക്ക് ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ചിലർക്കൊന്നും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാൻകേക്ക്സ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഈ 1 കപ്പ് മൈദയിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആവശ്യമുണ്ടാവുക. പക്ഷേ ഞാൻ സാധാരണ വീട്ടിൽ ഈ പാൻകേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡർ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല പൊങ്ങി വരില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ഇപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ പൊങ്ങി വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. എപ്പോഴും ഈ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറില്ല. പക്ഷേ നമുക്ക് ശരിക്കും നല്ല കറക്റ്റായിട്ടുള്ള പാൻകേക്ക് കിട്ടണമെങ്കിൽ ഇത് ചേർക്കണം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബേക്കിംഗ് പൗഡർ ചേർത്ത ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഈ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡർ ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണിത്. നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും പാൻകേക്ക് ട്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ എന്തായാലും മൈദ വെച്ചുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രം. പക്ഷേ ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മളിതിനെ മിക്സ് ചെയ്തിട്ടൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മധുരത്തിനനുസരിച്ച്. പിന്നെ നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. ബട്ടർ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഇതിലേക്ക് 1 മുട്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയും നമ്മൾ പൊഴിച്ച സൺഫ്ലവർ ഓയിലും ഇല്ലേ, അതും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം ഒരുമിച്ച് ഒഴിക്കരുത്. ഇതിൻ്റെ ഒരു അരഭാഗം ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ പൊടി, മൈദപ്പൊടിയും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ഉണ്ട്, അത് കുറേശ്ശെയായി ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പൊടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് തിക്നെസ് തോന്നുകയാണെങ്കിൽ, ഒരുപാട് തിക്കായി തോന്നുകയാണെങ്കിൽ, അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. കാരണം ചിലരുടെ മൈദയുടെ വെള്ളത്തിൻ്റെ അളവൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തിക്കായി തോന്നി, ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്യണം. ഇനിയും കുറച്ചുകൂടെ പൊടി ബാക്കിയുണ്ട്, അപ്പോൾ നമുക്ക് അതുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ഹാൻഡ് വിസ്ക് തന്നെ വേണമെന്നില്ല, നമുക്ക് ഫോർക്ക് വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ കട്ടില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിപ്പോൾ വീണ്ടും തിക്കായി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് തിക്കായി പോകണ്ട പാൻകേക്കിൻ്റെ ബാറ്റർ, എന്നാൽ ഒത്തിരി ലൂസും അല്ല. അങ്ങനെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ പാൻകേക്കിൻ്റെ ബാറ്ററോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനതിലൊരു സംഭവം ചേർക്കാൻ മറന്നുപോയി, ഉപ്പ് ചേർക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഉപ്പ് ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള മതി ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തായാലും അത് ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ശരിക്കും ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പഞ്ചസാരയും സൺഫ്ലവർ ഓയിലും ചേർത്തില്ലേ, ആ സമയത്ത് അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് വിട്ടുപോയതുകൊണ്ട് ഇപ്പോൾ ചേർത്തതാണ്. ഇനി ഉപ്പൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് നമ്മുടെ പാൻകേക്കിൻ്റെ ബാറ്റർ വേണ്ടത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാൻകേക്ക്സ് കിട്ടും ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. ഇനി ഞാൻ 1 കപ്പ് പാലെടുത്തില്ലേ, അതിൽ ഇത്രയും ഭാഗം കേട്ടോ ബാക്കിയുണ്ടത്. ബാക്കി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു, അതിൽ കുറച്ച് പാല് ബാക്കിയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാൻകേക്ക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു ഫ്രൈങ് പാൻ, അടി കട്ടിയുള്ളൊരു ഫ്രൈങ് പാൻ വെച്ചിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിലിടാം. എന്നിട്ട് ഇതുപോലെ ഒരു കയ്യിൽ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ദോശയുടെ പോലെ ഇത് പരത്താനൊന്നും പാടില്ല കേട്ടോ. അതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് തന്നെ ഇങ്ങനെ ഒന്ന് വലുതായിട്ട് ഒരു മീഡിയം സൈസിൽ എത്തിക്കോളും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് വരാൻ തുടങ്ങും അതിൽ. പിന്നെ നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് വരുന്ന സമയത്ത് വേണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാനും. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബാക്ക് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് കിട്ടേണ്ടത്. എല്ലാ ഭാഗത്തും ഒരുപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലായിട്ടാണ് ഇത് വരിക. അപ്പോൾ കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോവാണ്ടത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെയായിട്ട് വരണം. തിരിച്ചിട്ടിട്ടും പ്രസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം നമ്മളിത് ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തല്ല, അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തിരിച്ചിട്ടിട്ട് കുറച്ച് സമയം വെച്ചാൽ മതി, ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനെ ഈ ഫ്രൈങ് പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് കണ്ടോ, നല്ല നീറ്റായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ സൈഡ് ഉണ്ടാവുക ഇതുപോലെയാണ്, ചെറിയൊരു ഗോൾഡൻ കളർ ഷെയ്ഡേ ഉണ്ടാവുള്ളൂ. ബാക്ക് ഇതുപോലെ, മറ്റേ സൈഡ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് എല്ലാ പാൻകേക്സിനെയും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരളവിൽ നിന്ന് ഏകദേശം ഒരു 8-9 പാൻകേക്സാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക കേട്ടോ. ഇനി നമുക്ക് ഈ പാൻകേക്സിന് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ മോനേക്ക് ഇത് തേൻ കൂട്ടിയിട്ടാണ് കൊടുക്കാറ്. അവന് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് തേൻ കൂട്ടിയിട്ട് കഴിക്കാനും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ.
പിന്നെ ഇതിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. ഞാനിപ്പോൾ വളരെ മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.